ബാർക്കോഴ വിവാദത്തിനിടെ പുതിയ മദ്യനയത്തിൽ ബാറുടമകളും എക്സൈസ് മന്ത്രിയുമായുള്ള ചർച്ച ഇന്ന്. വിവിധ സംഘടനാ പ്രതിനിധികൾ മന്ത്രിയെ കാണും. ഇന്നും നാളെയുമായി നടക്കുന്ന ചർച്ചകൾക്ക് ശേഷമാകും പുതിയ നയത്തിൽ സർക്കാർ നിലപാട് സ്വീകരിക്കുക. വിവരങ്ങളുമായി അല്ലമീൻ ചേരുന്നു. അല്ലമീൻ, മദ്യനയം വരുന്നതിന് മുൻപ് തന്നെ വിവാദമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡ്രൈ ഡേ പിൻവലിക്കുന്നതടക്കമുള്ള ബാറുടമകളുടെ ആവശ്യം സർക്കാർ അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ബാറുടമകളുമായി സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി കള്ളുഷാപ്പ് ലൈസൻസുകളുമായിട്ടൊക്കെയുള്ള ചർച്ച നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതായിരുന്നു സർക്കാർ. ഈ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് അത് എക്സൈസ് മന്ത്രി നേരിട്ട് ഇവരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് മറ്റു തീരുമാനങ്ങളിലേക്കും അന്തിമ നിലപാടിലേക്കും ഒക്കെ കടക്കുന്നത്. അത് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. അതിനിടയിലാണ് ഈ വിവാദം മുളപൊട്ടി വന്നതും സർക്കാരും എക്സൈസ് മന്ത്രിയും ഒക്കെ വലിയ രീതിയിൽ പ്രതിരോധത്തിലായതും. ഏതായാലും ഇന്നിപ്പോൾ ആ ചർച്ച ആരംഭിക്കുകയാണ്. ഇന്നലെ കള്ളുഷാപ്പ് ഉടമകളുമായും അതുപോലെ തന്നെ അതിൻ്റെ ലൈസൻസുകളുമായിട്ടുള്ള ചർച്ച ഇന്നലെ നടന്നിരുന്നു. ഇന്ന് അംഗീകൃത ഈ ഉടമകളുമായും അതുപോലെ തന്നെ അതിൻ്റെ അസോസിയേഷൻ ഭാരവാഹികളുമായിട്ടും ഡിസ്റ്റിലറി ഉടമകളുമായിട്ടുമാണ് ഇന്ന് മന്ത്രി ചർച്ച നടത്തുന്നത്. 12 മണിക്ക് നിയമസഭയിലെ മന്ത്രിയുടെ ചേംബറിലാണ് ഈ ചർച്ച നടക്കുക. സ്വാഭാവികമായും കാലങ്ങളായി ബാറുടമകൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്നുള്ളത്, ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കണമെന്നുള്ളത്, ഒപ്പം വീര്യം കുറഞ്ഞ മദ്യം വില കുറച്ച് നൽകാൻ അനുവദിക്കണം എന്നുള്ള ആവശ്യങ്ങൾ, ഇക്കാര്യങ്ങൾ ഇന്ന് മന്ത്രിയോട് ഇവർ ആവശ്യപ്പെടുകയും ചെയ്യും. സർക്കാർ അത് എങ്ങനെ പരിഗണിക്കുമെന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഇത് മാത്രമല്ല, നാളെയും മറ്റന്നാളും ഒക്കെ 2-3 ദിവസം ഈ ചർച്ചകളുടെ തുടർച്ചയുണ്ടാകും. അത് ടൂറിസം രംഗത്തുള്ള ആളുകളുമായി, ഹൗസ് ബോട്ട് ഓണേഴ്സുമായി, അങ്ങനെ പല തരത്തിലുള്ള ആളുകളുമായി ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും ഈ മദ്യനയത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ചതിനു ശേഷം സർക്കാർ ഒരു നിലപാടിലേക്ക് പോവുക. ഈ അഭിപ്രായങ്ങൾ, ഈ ചർച്ചകളിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ അത് വകുപ്പ് വിലയിരുത്തും. അതിനുശേഷം CPM-ലും ഇടതുമുന്നണിയിലും ചർച്ചയ്ക്ക് വരും. അവരുടെയും അംഗീകാരം ലഭിച്ചാൽ അത് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരും. അതിനുശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാവുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തന്നെ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ ബാർ കോഴ ആരോപണം, മദ്യനയത്തിൽ ഇളവുകൾക്കായി പണം നൽകാൻ ശ്രമം നടന്നു എന്നുള്ള ഒരു ആരോപണം ഇപ്പോഴും സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ഏറെ പ്രധാനമാണ്, ഏറെ നിർണായകമാണ്. അത് ഈ ബാറുടമകളുടെ കാലങ്ങളായുള്ള ആവശ്യം എന്ന നിലയിൽ അത് അതുമായി മുന്നോട്ട് പോകുമോ, ഇനി അതല്ല നിലവിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അത്തരമൊരു തീരുമാനമെടുത്താൽ അത് ബാർക്കോഴ ആരോപണത്തിൽ അടിവരയിടുമെന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അക്കാര്യമാണ് ഇതിലേറ്റവും നിർണായകമാവുക. ഏതായാലും 12 മണിക്ക് ബാറുടമകൾ ഇവിടെ എത്തുന്നുണ്ട്, നിയമസഭയിൽ എത്തുന്നുണ്ട്. ആ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. അവരുടെ ആവശ്യങ്ങൾ അവർ മന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നെന്തായാലും മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ ഔദ്യോഗികമായ കൂടിയാലോചനകൾ, ഇത് പുറത്തു വന്നിരിക്കുന്ന, നേരത്തെ നമ്മൾ വിവാദമായിരിക്കുന്ന കൂടിയാലോചനകളല്ല, അത്തരമൊരു മദ്യനയത്തെക്കുറിച്ച് സർക്കാർ തലത്തിൽ ഒരു പ്രാഥമിക ചർച്ചയും നടന്നിട്ടില്ല എന്നായിരുന്നു എക്സൈസ് വകുപ്പ് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയും പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ ആ കൂടിയാലോചനയാണ് നടക്കുന്നത്. എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് ബാറുടമകളുമായുള്ള കൂടിയാലോചന നടക്കുക. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം, സംഭവം വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഡ്രൈ ഡേ നിൽക്കുമോ പോകുമോ എന്നതാണ്. നമുക്കതിൻ്റെ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ അറിയാൻ സാധിക്കും.